ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ അവസാനം നമ്മുടെ Vivo X200FE നമ്മുടെ ഒറിജിനോയ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറിജിനോയ്സിൻ്റെ സൈസ് ഓൾമോസ്റ്റ് ഒരു 4 GB അടുത്ത് നമുക്ക് സൈസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ 2-3 അപ്ഡേറ്റ്, ചെറിയ അപ്ഡേറ്റ്, അത് 200 MB അങ്ങനെ അപ്ഡേറ്റ് 2-3 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി X200 Proയിലും ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതേപോലെ മോഡലിൽ തന്നെയാണ്, വലിയ ഡിഫറൻസ് ആയിട്ട് കാണിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് ട്രയൽ വേർഷനോ സംഭവമൊന്നുമല്ല, ഒറിജിനൽ ഒഫീഷ്യൽ സ്റ്റേബിൾ വേർഷൻ തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ സെക്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടുക കേട്ടോ. ഇതാണ് XFE, നമ്മുടെ ഒറിജിനോയ്സ് X200FE വന്നേക്കുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേർഷൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇതിൽ നമുക്ക് എന്താ പറയുക, ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ നവംബർ പാച്ച് അപ്ഡേറ്റും കൂടിയിട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നവംബറത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഗൂഗിളിലൊക്കെ ഡിസംബറിൻ്റെ കിട്ടിയിട്ടാണ്, അല്ല സോറി, ഗൂഗിളിൽ ഡിസംബർ കിട്ടിയതുകൊണ്ട് പറഞ്ഞ പോലെ ഡിസംബർ കിട്ടി. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏരിയയൊക്കെ മാറിയാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഏരിയയൊക്കെ മാറി. അതുപോലെ തന്നെ ഓൾറെഡി മുമ്പായി നമ്മുടെ X200 Proൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ട്രയൽ വേർഷൻ ആണെങ്കിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ സിസ്റ്റം അപ്ഡേറ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേർഷൻ നമ്പർ വന്നേക്കുന്നത് 16.1.9.12.W30 അങ്ങനെ 16 ആണ് ഇത് വന്നേക്കുന്നത്. ഇത് ഒഫീഷ്യൽ ട്രയൽ വേർഷൻ അല്ല, സ്റ്റേബിൾ വേർഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ X200 Proയിൽ വന്ന അതേ സംഭവം തന്നെ. ജസ്റ്റ് ഇന്നലെ ഒരു രാത്രിയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഞാൻ ആകെ ഒരു കാര്യം ഇതിൽ ചെയ്തപ്പോൾ, അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഹീറ്റിംഗ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അത്രയും കാലം ഈ സാധനം വേണമെങ്കിൽ ഹീറ്റിംഗ് ആവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒറിജിനോയ്സ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയൊരു ഭയങ്കര ഹീറ്റിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു വാംനെസ് നോർമൽ. ഇപ്പം നമ്മൾ ഡെയിലി നോർമൽ ആക്ടിവിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്നിട്ട് പോലും ഒരു ചെറിയ വാംനെസ് വരുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ AC റൂമിലായിരിക്കുന്നത്, എന്നിട്ട് പോലും ചെറിയൊരു വാംനെസ് വരുന്നുണ്ട്. അതാണ് ഞാൻ മെയിൻലി നോട്ടീസ് ചെയ്ത സംഭവം. അപ്പോൾ ക്യാമറയിലൊന്നും വലിയ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ക്യാമറയിൽ നിന്ന് കൂടെ കാണുന്നുണ്ടായിരിക്കും. വേറെ വലിയ ചേഞ്ചസ് ഒന്നും പറയാനൊന്നുമില്ല. ബാക്കിയൊക്കെ വലിയ സിമിലറൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഒറിജിനോയ്സിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക, സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ ആനിമേഷൻസിൻ്റെ സംഭവമൊക്കെയാണല്ലോ, അത് കിടലായിട്ട് തന്നെ ഉണ്ട്. പിന്നെ വേറെ സംഭവമൊന്നുമില്ല. ഇതിൻ്റെ ലോഞ്ചറിൻ്റെ ഈ ആപ്പ് ഡ്രോയറൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ പഴയ ഫണ്ട ചോയ്സിൻ്റെ സിമിലറൊക്കെ തന്നെയാണ്. അതിന് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഐക്കൺസിനൊക്കെ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ X200 Proയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഓവറോൾ ഭയങ്കര സ്നാപ്പി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ ഈ ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, വാമിങ്നെസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. എന്ന് വെച്ചാൽ ഇത് ചുമ്മാ വാമാവുന്നുണ്ട്, പറയുമ്പോൾ ചാർജ് സംഭവം ചെയ്തിട്ടുമല്ല, ഹെവി സംഭവം ചെയ്തിട്ടുമില്ല, എന്നിട്ട് പോലും ചുമ്മാ സാധനം വാമാവുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന കേസൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ അറിയില്ല. പക്ഷെ അല്ലാണ്ട് നിങ്ങൾ ഊരി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അറിയാം. എന്താ വെച്ചാൽ ഭയങ്കര ചെറിയ വാമനസ് മാത്രമേ ഉള്ളൂ. ഇത് ഊരി കഴിയുമ്പോൾ ശരിക്കും അറിയുന്നത്. ഇത് ഊരിയിട്ടില്ലെങ്കിൽ ഈ വാമനസാണ് അറിയില്ല. ഇതിൻ്റെ അത്രയ്ക്ക് അത്യാവശ്യം കട്ടിയുള്ളൊരു കേസ് അതിൻ്റെ കൂടെ ബോക്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അറിയില്ല. അപ്പോൾ അത് മാത്രമാണ് ഞാനൊരു നോട്ടീസ് ചെയ്തൊരു സംഭവം. അല്ലാണ്ട് വേറെ കാര്യമായിട്ടും സംഭവമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളൊരു X200FE ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കുക. വന്നിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേബിൾ അപ്ഡേറ്റ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കണ്ട. ട്രയൽ വേർഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഇൻഫോം ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് കാണുന്നത് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതിൽ സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കവർ പോകുന്നതാണ്. അടുത്ത് കാണാം.